ഹലോ 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 ചെക്ക് ഹലോ ഹലോ വളരെ ഉണി തുടങ്ങട്ടെ. പോന്നാടുന്ന് എടി അതല്ല നാടകം തുടങ്ങട്ടെ. സർക്കസുകാരെ സഹൃദയരെ, പരിശുദ്ധവും പരിപാവനവുമായ ഈ മൈതാനത്ത് ഞങ്ങൾക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു അവസരം ഒരുക്കി തന്ന കമ്മിറ്റി ഭാരവാഹികളുടെ അപേക്ഷയുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ നാടകത്തിന്റെ വിജയം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ റൂമിൽ പൂട്ടിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ പ്രോത്സാഹനം മൂലം ഓൺ ദ സ്പോട്ടിൽ മൃതിയടഞ്ഞ ഞങ്ങളുടെ മെയിൻ നടനും ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീ പത്മശ്രീ സുധാകരണ്ണന്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. എന്റെ പൊന്നു സുധാകരണ്ണ, ഞങ്ങളെ കാത്തോണെ അണ്ണാ. നാടകം ആരംഭിക്കുന്നു. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് ഇന്നു ഞാൻ നാളെ നീ. എന്താകുമോ എന്തോ. രംഗത്ത് തമ്പുരാൻ, തെങ്ങുകയറ്റക്കാരൻ കുഞ്ഞപ്പൻ, തമ്പുരാട്ടി ബസ് സ്റ്റാൻഡ് ഓമന, വില്ലൻ പൊന്നപ്പൻ, ഫ്രോഡ് ഷിബു, തമ്പുരാട്ടിക്കുട്ടി, മൈക്കാട് സന്ത. സഹൃദയരെ, ഈ നാടകത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കണ്ട. ഈ നാടകം എങ്ങനെ അവതരിപ്പിക്കണോ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം ഞങ്ങൾക്കറിയാം. സഹൃദയരെ, നാടകം അതാരംഭിക്കുന്നു. അമ്മേ കാത്തുള്ളടേ. ടിവിയിലെ നശിച്ച സീരിയല് കാരണം സമയത്ത് ആഹാരം പോലും കിട്ടാതായല്ലോ. എന്റെ സൂര്യജീവിലെ ദേവി, ഓ സംസാരിച്ചെന്ന് വർത്താനം പോയത് അറിഞ്ഞില്ല. ടിവിയിൽ സീരിയൽ തുടങ്ങിക്കാണും, പോയി കാണാം. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. ചേട്ടൻ ഇവിടെ ആയിരുന്നു. ഞാൻ അവിടെ നോക്കിയത് വെറുതെ ആയല്ലോ. നീ എവിടാ നോക്കിയത്? പട്ടിക്കൂട്ടിൽ. ഇന്നെന്താ ചേട്ടൻ താമസിച്ചത്? പെട്ടെന്ന് വന്ന ദിവസങ്ങളിൽ നീ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? ചേട്ടാ. എന്താ? മക്കളെല്ലാവരും എപ്പോഴും അച്ഛനെ തിരക്കും. എന്താ എന്താ ഇത്ര സ്നേഹത്തോടെ അവർ തിരക്കുന്നത്? അമ്മേ, ഞങ്ങളുടെ അച്ഛൻ ആരാണെന്ന്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു സമ്പാദ്യശീലം വളർത്തണം. മക്കൾ 10-12 പേരായില്ലേ? കുട്ടികളുടെ കാര്യത്തിൽ ഇനിയും വേണം ഒരു സമ്പാദ്യം. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താണ് തരേണ്ടത്? എനിക്കിത്തിരി സ്വസ്ഥത വേണം. അതൊക്കെ പോട്ടെ. അതൊക്കെ എപ്പോഴേ പോയി. നാളെ എന്റെ ജന്മദിനമാണ്. ഈശ്വര പകാനെ, കന്നിമാസം ഇതുവരെ തീർന്നില്ലേ? എടിയേ, നാളെ തന്നെ നമുക്കൊരു ഗ്യാസ് കണക്ഷൻ എടുക്കണം കേട്ടോ. എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? ഞാൻ എപ്പോഴും പറയാറില്ലേ, നീ ഈ വീട്ടിലെ വിളക്കാണെന്ന്. നീ നിന്ന് കത്തുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം. വരുന്ന വഴിക്ക് ഞാൻ ആ ബ്രോക്കറെ കണ്ടു കേട്ടോ. നല്ലൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു. ക്ഷമിക്കണം, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുത്. എടി വൃത്തികെട്ടവളെ, നമ്മുടെ മകളുടെ കാര്യമാ പറഞ്ഞെന്ന്. വെറുതെ നിങ്ങൾ എന്നെ ആശിപ്പിച്ചു. കൂട്ടത്തിൽ ഞാൻ അറിയാതെ ആശിച്ചു പോയി. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അനനടയിലും നാണം, നിലയിലും നാണം, ഇതടിമൊടിയൊരു നാണം. ഇത്രയും നേരം നീ എവിടെ ഇരുന്നടി? ഞാൻ തൊഴാൻ പോയിരുന്നു. ഏത് വള്ളത്തിൽ? അയ്യോ അതല്ല, അമ്പലത്തിൽ അർച്ചന നടത്താൻ പോയെന്ന്. നിന്റെ അച്ഛൻ എന്താടി ഇതുവരെ നടക്കാറായില്ലയോ? അയ്യോ അതല്ല, അമ്പലത്തിൽ പോയി അർച്ചന നടത്തിയെന്ന്. ആട്ടെ, അച്ഛൻ ഇതുവരെ പോയില്ലേ? ഇല്ല. ഈശ്വര, അച്ഛൻ ഇനി ഇനി ഒരു വാക്ക് പോന്നത്. മോളെ, എന്താച്ചാ? അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛാ. അല്ല, വിവാഹം കഴിപ്പിച്ചയക്കാൻ തീരുമാനിച്ചു എന്ന്. അച്ഛാ, കല്യാണമേ എനിക്കിഷ്ടമല്ല. മോളെ, ഒളിച്ചോട്ടമായി എനിക്കിഷ്ടം. അതല്ലേ അച്ഛാ വൃത്തി. മോളെ, നിന്നെ വളർത്തി വലുതാക്കിയത് രാജൻ പി ദേവാണടി. രാജൻ പി ദേവോ? അല്ല, രാജൻ എന്ന പിതാവാണെന്ന്. ശരിയാ, അന്ന് തൊട്ട് ഇന്ന് വരെയും നീ ഉറങ്ങിയതിനു ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. എന്നോട് അത്രയ്ക്കും സ്നേഹമാണോ? സ്നേഹം കൊണ്ടല്ല, പിന്നെ നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ഏതായാലും നിന്റെ കല്യാണം ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. ഇല്ല, അത് നടക്കില്ല. അല്ല,
ആരാ ഈ വരുന്നത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നല്ലയോ? സാവിത്രി, ഇതാരാണെന്ന് മനസ്സിലായോ? മോളെ, നിനക്ക് മനസ്സിലാവും ഇതാരാണെന്ന്? ഇല്ലച്ചാ. നിനക്ക് മനസ്സിലായില്ലല്ലയോ? ഇല്ല. എനിക്കും മനസ്സിലായില്ല. ആരാടാ നീ? എന്താടാ നിനക്കൂടെ കാര്യം? അമ്മാവാ, ആരാടാ നിന്റെ അമ്മാവൻ? നീ ഇപ്പൊ അമ്മാവെന്ന് വിളിക്കാനുള്ള കാരണം എന്താടാ? വെറുതെ അമ്മാവനോട് താല്പര്യം തോന്നി, അത്രമാത്രം. എടാ പൊന്നപ്പ, നീ ഇവിടെ വന്നുള്ള നിന്റെ ഡയലോഗ്സും അത് കഴിഞ്ഞുള്ള മൂമെന്റ്സും ഈ സ്ക്രിപ്റ്റിലുള്ളതല്ല, കടക്കടാ പുറത്ത്. ശരി. എടാ, എന്റെ പുറത്തല്ല, ഈ കുടുംബത്തിന് പുറത്ത്. അമ്മാവാ, ഞാനൊരു കാര്യം പറയാം. കാലത്തിന്റെ ഗഡ്ഗതികളിൽപ്പെട്ട് മാനത്തിന്റെ ജാൻ ബാൽ കെ ഊപ്പർ ബഡേ ഹേ സിക്കന്ദർ ബൽ കെ ദാന ഇസ്കർത്തിന് അർത്ഥത്തിൽ ഇൻമർക്കത്തിന് അർത്ഥത്തിൽ നിർക്കസിന് അർത്ഥത്തിൽ അമ്മാവാ. ഐ ഡോണ്ട് ദ ബ്രിട്ടീഷ് ബാക്ക് സെൻസ്. എന്താടാ ഇത്? ആർക്കറിയാം? മനസ്സിലായി. ഇപ്പോഴാണ് നിന്റെ ഡയലോഗ്സും മൂവ്മെന്റ്സും എല്ലാം കറക്റ്റ് ആയത്. ബൈ ദ വേ, ഒരു കാര്യം ഞാൻ പറയാം. ഇവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ എന്താണ് എനിക്ക് കെട്ടിച്ചടാ? അല്ലെ പാവം കിട്ടോളൂ, ഞാൻ നല്ല അടക്ക് നോക്കിക്കോളാന്ന്. ഇല്ല, ഇവളെ ഞാൻ നിനക്ക് കെട്ടിച്ച് തരില്ല. ഓഹോ, നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരില്ലല്ലേ? എങ്കിൽ ഇന്ന് ഇവളെ ഞാൻ കുഞ്ഞിന്റെ അയ്യോ, അയ്യോ, എന്നെ വിടാൻ. അയ്യോ, എന്നെ വിടാൻ. അയ്യോ, അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കരുത്. അയ്യോ, അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കരുത്. മോളെ ഡയലോഗ് തെറ്റിയെന്ന് വിടറ എന്റെ മോളെ. ഞാനൊരുത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് ഇവളെ എങ്ങനെ പിടിക്കാൻ തോന്നി? ഓഹോ, എങ്കിൽ ഞാൻ നിങ്ങളെ പിടിക്കാം. അത് ശരി. അപ്പൊ നീ അവളെ കൈകൊണ്ട് ചാവാൻ തന്നെ തീരുമാനിച്ചല്ലേ? മനസ്സിലായില്ല. അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാടാ. എടാ, സ്വന്തം അച്ഛനും അമ്മയും നോക്കി നിൽക്കേ എന്റെ മകളെ കയറി പിടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? വെറുതെ കയറി പിടിക്കാൻ ഒരു താല്പര്യം തോന്നി, അത്രമാത്രം. എടാ പൊന്നപ്പ, എന്താ നിന്റെ കക്ഷത്ത്? അമ്മവാ, കുട്ടിക്കാലത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശന്ന് വലിഞ്ഞ് ഞാൻ സർക്കാരിന്റെ തിളച്ചുമറിയുന്ന ഉച്ചക്കഞ്ഞിൽ ഉച്ചയും കുത്തി വീണപ്പോൾ കഞ്ഞിയിൽ തലകുത്തി മറിയുന്ന എന്നെ കണ്ട് കഞ്ഞി വെപ്പുകാരൻ കുട്ടപ്പന്റെ മുഖത്തു നോക്കി കൈകൊട്ടി ചിരിച്ചു. അതിന്നും ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അന്നെനിക്ക് പിടിപെട്ടതാണ് ഈ മാറാരോഗം, ബ്ലഡ് ക്യാൻസർ എന്ന മഹാരോഗം. മനസ്സിലായില്ല. ചോരയുടെ അസുഖം. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ആ രോഗം വേരോടെ പിടിതെടുത്തു. അതിന്റെ വേരാണമ്മാവാ ഇത്. നിർത്ത്. വേരിന്റെ കാര്യം ഇപ്പോൾ പറയാൻ കാരണം? വെറുതെ വേരിനോട് താല്പര്യം തോന്നി, അത്രമാത്രം. അമ്മാച്ച, അകത്ത് പോ. അമ്മാച്ചനോ? അയ്യോ, അതല്ല, അമ്മയും അച്ഛനും അകത്ത് പോകാൻ. പൊന്നപ്പനെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അണ്ണാച്ചിയോ? ഞാൻ അണ്ണാച്ചിയല്ല, പൊന്നപ്പനാ, പൊന്നപ്പൻ. അയ്യോ, അണ്ണാന്ന് വിളിച്ചപ്പോ അറിയാതൊരു തുമ്മല് വന്നതാ. നിനക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. പണ്ട് കുട്ടിക്കാലത്ത് അവളുടെ രാവുകൾ സിനിമ കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞ നിന്നെ പകരം ഷക്കീല ചിത്രങ്ങൾ 12 തവണ കണ്ടിട്ട് വന്ന് ഞാൻ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ? അന്ന് നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നഷ്ടപ്പെട്ടത് എനിക്കാണ്, എനിക്ക് മാത്രം. എന്ത്? എന്റെ ഈ ശരീരം. സുഹൃദക്ഷയം അല്ലാണ്ട് എന്താ പറയുക? സുഹൃദക്ഷയമല്ല, നല്ല ഒന്നാന്തരം ക്ഷയം. ഒന്ന് ചുമച്ചാൽ വീട്ടിലിരിക്കുന്ന വെങ്കലം വരെ കിലുങ്ങും. നിർത്ത്. ക്ഷയത്തെ പറ്റി ഇവിടെ സംസാരിക്കാൻ കാരണം? വെറുതെ ക്ഷയത്തോടൊരു താല്പര്യം തോന്നി, അത്രമാത്രം. പൊന്നപ്പൻ ചേട്ടാ, ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിവാഹം നടക്കില്ല. കാരണം ഇന്ന് ഞാൻ 3-4 ദിവസം ഗർഭിണിയാണ്. അല്ല, 3-4 മാസം ഗർഭിണിയാണ്. മെടുക്ക് വെരി ഗുഡ്. സാത്രിക്കുട്ടി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടി? എടിയാണോന്ന് പറയടി. ആരാടി ഇതിന് ഉത്തരവാദി? പറയാം. ഇവിടെ ഞായറാഴ്ച തോറും പിരിവിന് വരുന്ന അണ്ണാച്ചിയാണ്. മാസാമാസം പലിശ കൊടുക്കാതെ വന്നപ്പോ പലിശക്കാരൻ അണ്ണാച്ചി തന്നിട്ട് പോയ മുതലാണച്ചാ ഇത്. ഈ പാണ്ടി കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും അച്ഛാ, എങ്ങനെ വളർത്തും? സാത്രിക്കുട്ടി, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ഇങ്ങ് വാ. சுப்பிரமணியா, உரம்போக்கு நாய, தைரியம் இருந்தா வெளியே வாடா. உன்னை என் கையில கடிச்சிட்டு நான் துப்பாக்கியால சுட்டுடுவான். சன் டிவி வழக்கு தமிழ் மாலை. നീ
ഇപ്പൊ തമിഴ് പറയാനുള്ള കാരണം? വെറുതെ തമിഴിനോട് താല്പര്യം തോന്നി, അത്രമാത്രം. മോളെ, ഈ കുടുംബത്തെ ഇനി ആര് രക്ഷിക്കും പറയടി. അമ്മാവനും അമ്മാവിയും പേടിക്കണ്ട, ഇവളെയും ഈ ഗർഭത്തെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഇപ്പൊ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം? വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്രമാത്രം. അപ്പോൾ ഈ കുഞ്ഞോ? ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ്. നിർത്തടാ, നിർത്ത്. ഇപ്പോൾ നീ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം? വെറുതെ കുഞ്ഞിനോട് താല്പര്യം തോന്നി, അത്രമാത്രം. എങ്കിൽ ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്. നിർത്ത്. ഇപ്പോൾ നിങ്ങൾ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഞങ്ങൾക്ക് നിന്നോട് താല്പര്യം തോന്നി, അത്രമാത്രം. എന്റെ പൊന്നെ, ആരാണ് ഈ താല്പര്യം